ഭർഗോ ദേവസ്യ ധീമഹി. നമസ്കാരം. ക്രിസ്തു ഭാഗവതത്തിലെ സ്വർഗാരോഹണമെന്ന അവസാനത്തെയും 33-ാമത്തെയും സർഗത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. ഒരു ഉദ്ധരണി ഓർമ്മ വരുന്നു. ഓസ്വാൾഡ് ചേംബേഴ്സ് എന്ന പ്രസിദ്ധനായ ഒരു സ്കോട്ടിഷ് സുവിശേഷകൻ്റേതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഉദ്ധരണി. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, അറ്റ് ഹിസ് അസെൻഷൻ our Lord entered heaven. സ്വർഗാരോഹണ ഘട്ടത്തിൽ നമ്മുടെ നാഥൻ സ്വർഗത്തിലേക്ക് കടന്നു ചെന്നു. And he keeps the door open for humanity to enter. തുടർന്ന് മനുഷ്യവർഗത്തിന് കടന്നു ചെല്ലുവാനായി അദ്ദേഹം വാതിൽ തുറന്നു വയ്ക്കുകയും ചെയ്തു. ഗുഡ്നസ് ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ ഭർഗോ ദേവസ്യ ധീമഹി എന്ന് പേരിട്ട് വിളിക്കുന്ന ക്രിസ്തു ഭാഗവത ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്നത്തെയും പോലെ ഇന്നും നമുക്കൊപ്പം സണ്ണിയച്ചനുണ്ട്. ദേവസ്യാസാറിൻ്റെ നേരിട്ടുള്ള ശിഷ്യനും സുഹൃത്തും കാഞ്ഞിരപ്പള്ളി രൂപതാംഗവും ഒരു സാമൂഹ്യ പ്രവർത്തകനും സംസ്കൃത അധ്യാപകനും എൻ്റെ മാന്യ സുഹൃത്തുമായ സണ്ണി കുരുവിള മണിയാക്കുപാറ എന്ന സണ്ണിയച്ചനെ ഹാർദമായി ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ക്രിസ്തു ഭാഗവതത്തിലെ തിരഞ്ഞെടുത്ത ശ്ലോകങ്ങൾ ഗാനാത്മകമായി പാടിത്തരാൻ കാവ്യ വിനോദ് എന്ന ഗവേഷണ വിദ്യാർത്ഥി നമുക്കൊപ്പം എത്തിയിട്ടുണ്ട്. കാവ്യയെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പോൾ വെച്ചാൽ നമ്മൾ ഇന്നും പതിവ് തെറ്റിച്ചില്ല. ഒരു ഉദ്ധരണി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയത്. നമ്മളിപ്പോൾ 33-ാമത്തെ സർഗത്തിൽ എത്തി നിൽക്കുകയാണ്. 33-ാമത്തെയും അവസാനത്തെയുമായ സർഗത്തിൽ സ്വർഗാരോഹണം എന്നാണ് ദേവസ്യാസാർ തൻ്റെ സർഗത്തിന് അന്വർത്ഥമായി നൽകിയ പേര്. ഉദ്ധരണി ഒരു ഓസ്വാൾഡ് ചേംബേഴ്സ് എന്നൊരു സ്കോട്ടിഷ് സുവിശേഷകൻ്റേതാണ്. ഈശോ സ്വർഗത്തിലേക്ക് കടന്നു ചെന്നു. അതുമാത്രമല്ല, അദ്ദേഹം ഈ മനുഷ്യരാശിക്ക് വേണ്ടി സ്വർഗ കവാടം തുറന്നു വയ്ക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു ഉദ്ധരണിയാണ് നമ്മൾ നോക്കിക്കണ്ടത്. നമുക്ക് നേരിട്ട് ആ സർഗത്തിലേക്ക് കടക്കാം. 33-ാമത്തെ സർഗത്തിലേക്ക്, സ്വർഗാരോഹണം എന്ന പേരിട്ട സർഗത്തിലേക്ക്. അതിൽ നമ്മൾ 1-ാമത്തെ പദ്യം മുതൽ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അതായത് പീറ്റർ തുടങ്ങിയ 7 ശിഷ്യന്മാർ ഒരു ദിവസം സായാഹ്നത്തിൽ സായംകാലത്ത് ഗാലിലി തീരത്ത് അവർ മീൻപിടുത്തത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്ന 1-ാമത്തെ ശ്ലോകത്തിലേക്ക് ശിഷ്യാഹ പിത്രാദയ സപ്ത കാവ്യം നമുക്കായിട്ട് താലപിച്ചു തരും. ശിഷ്യാഹ പിത്രാദയ സപ്ത സായാഹ്നെ ഗാലിലീ തടേ അഭൂവൻ
വ്യാപൃതാ സ്വൈരം മത്സ്യബന്ധന കർമ്മണി. പക്ഷേ നോക്കൂ, പിത്രാദയ സപ്തശിഷ്യ, പീറ്റർ തുടങ്ങിയ 7 ശിഷ്യന്മാർ സായാഹ്നെ, സായംകാലത്ത് ഒരു ദിവസം, സായാഹ്നത്തിൽ എന്നല്ലേ ഉദ്ദേശിക്കുന്നത്, ഗാലിലീ തടാകത്തില് മത്സ്യബന്ധന കർമ്മണി സ്വൈരം വ്യാപൃതാഹ ഭൂവൻ, മത്സ്യബന്ധനത്തില് സ്വൈരമായി ഏർപ്പെട്ടിരിക്കുകയായിരുന്നുവെന്ന്. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് കവി പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക്, നാവമാരുഹ്യ കൃത്സ്നാംതേ എന്നാരംഭിക്കുന്ന 4-ാമത്തെ ശ്ലോകത്തിലേക്ക്. നാവമാരുഹ്യ കൃത്സ്നാംതേ രജനീ മത്സ്യബന്ധനേ വ്യാപൃതാസ്ത്വഗ്രഹീഷുർന മത്സ്യമേകമഭിഹ്രദാത്. അച്ഛാ നോക്കൂ, തേ നാവം ആരുഹ്യ, അവർ തോണിയിൽ കയറി, കൃത്സ്നാം രജനി മത്സ്യബന്ധനെ വ്യാപൃതാഹ എന്ന്, രാത്രി മുഴുവൻ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടു. തു കിന്തു എന്ന വാക്കിൻ്റെ ഷോർട്ടാണ് തു, എങ്കിലും, എന്നിട്ടും, ഹൃദാത് ഏകം മത്സ്യമപി നാഗ്രഹീഷു, അവർക്ക് ആ തടാകത്തിൽ നിന്ന് ഒറ്റ മത്സ്യവും കിട്ടിയില്ല എന്ന്. അപ്പോൾ അവർ നിരാശരായി സ്വാഭാവികമായിട്ടും. അതിനെക്കുറിച്ച് പറയുന്ന അടുത്ത ശ്ലോകമാണ് പ്രഭാത്തെ പുനരായാതെ എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക്. പ്രഭാതേ പുനരായാതേ ദദൃശുസ്തേ തടസ്ഥിതം നരമേകം സനാജ്ഞായി ശിഷ്യേർമൃത്വോത്ഥിതോ ഗുരുഃ. അച്ഛാ നോക്കൂ, പുനഃ പ്രഭാത്തെ ആയാതെ, തുടർന്ന് നേരം പുലരവേ. അപ്പോൾ അവർ സായംകാലത്ത് തുടങ്ങിയ പരിപാടിയാണ്, അവർക്കൊറ്റ മത്സ്യവും കിട്ടിയില്ല. അവർ ഹതാശരായി, നിരാശരായി. തുടർന്ന് നേരം പുലർന്നു. നേരം പുലരവേ എന്താണ് സംഭവിച്ചത്? തേ തടസ്ഥിതം ഏകം നരം ദദൃശു, അവർ ഒരു മനുഷ്യനെ കണ്ടു. ആ മനുഷ്യൻ തീരത്ത് നിൽക്കുകയായിരുന്നു. സഹ മൃത്വാ ഉത്ഥിതഃ ഗുരുഃ ഇതി ശിഷ്യൈ നാജ്ഞായി, ആ ശിഷ്യന്മാർ അറിഞ്ഞില്ല അപ്പോൾ എന്തെന്ന്, അദ്ദേഹം ഉയർത്തെണീറ്റ തങ്ങളുടെ ഗുരുവാണെന്ന്. അപ്പോൾ അവിടെ ഈശോയാണ് അവിടെ നിൽക്കുന്നത്, ആ തടത്തിൽ, ആ തീരത്തിൽ നിൽക്കുന്നത്. നേരം പുലർന്നപ്പോൾ അവർ കണ്ട കാഴ്ചയാണത്. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. ഖാദ്യം കിമപി യുഷ്മാകം എന്ന് ഈശോ അവരോട് പറയുന്ന വാക്കുകളിലേക്ക്. ഖാദ്യം കിമപി യുഷ്മാകം കിമാസ്തേ പൃച്ഛതി സ്മ സഹ നാസ്തീതി പ്രത്യബ്രുവംസ്തേ മീനാലാഭഹദാശയാഃ. അച്ഛാ നോക്കൂ, യുഷ്മാക്കം കിമപി ഖാദ്യം ആസ്തേ കിം, നിങ്ങളുടെ പക്കൽ എനിക്കായി കഴിക്കാൻ വല്ലതുമുണ്ടോ എന്നാണ് ഈശോ അവരോട് ചോദിച്ചതത്രേ. ഇതി സഹ പൃച്ഛതി സ്മ, അദ്ദേഹം ചോദിച്ചു. നാസ്തി ഇതി മീനാലാഭ ഹതാശയാഃ തേ അബ്രുവൻ, ഒന്നുമില്ല എന്ന് അവർ മറുപടി പറഞ്ഞു. അവർക്കുള്ള വിശേഷണമാണ് മീന അലാഭ ഹതാശയാഹ, മത്സ്യമൊന്നും കിട്ടാഞ്ഞത് കൊണ്ട് നിരാശരായി തീർന്നേ അവർ എന്ന. അങ്ങനെയുണ്ടോ ബൈബിളിൽ? അതെ അതെ അതെ, ഒന്നും മാറ്റിയിട്ടില്ല ഈ സർഗത്തില്, തൊട്ട് മുന്നത്തെ ഇതിലെ സംഭവം തന്നെയാണ്. തീർച്ചയായും. അടുത്തതിലേക്ക് കടക്കാൻ വെച്ചാൽ സർഗങ്ങളിലൊന്നും ഒത്തിരി കൂട്ടിച്ചേർക്കലുകളില്ല. ഇല്ല ഇല്ല ഇല്ല. അപ്പോൾ ഈശോ അവരോട് ഒരു നിർദ്ദേശം വെക്കുകയാണ്. മീനൊന്നും കിട്ടിയില്ല. അവർ വൈകുന്നേരം മുതൽ ഇതാ പ്രഭാതമായി, അവർക്ക് ഒറ്റ മത്സ്യവും കിട്ടിയില്ല. ഹതാശരാണവർ, നിരാശരാണവർ. അവരോട് ഒരു നിർദ്ദേശം വയ്ക്കുകയാണ് അവർക്ക് മുന്നിൽ. അതിനെക്കുറിച്ച് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. യൂയം തു ദക്ഷിണേ പാർശ്വേ. യൂയം തു ദക്ഷിണേ പാർശ്വേ ജാലം നിക്ഷിപതാധുനാ ഇത്യുക്താസ്തേന തേ പാർശ്വേ ദക്ഷിണേ ജാലമക്ഷിപൻ. നോക്കൂ, യൂയം തു അധന ദക്ഷിണേ പാർശ്വേ ജാലം നിക്ഷിപത, നിങ്ങൾ വലത്തുഭാഗത്തേക്ക് വല വീശുക എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയാണ്. ഇതി തേന ഉക്താഹ തേ എന്നിങ്ങനെ പറയപ്പെട്ടപ്പോൾ അവർ ദക്ഷിണേ പാർശ്വേ ജാലം അക്ഷിപൻ, അവർ വലത്തുഭാഗത്തേക്ക് വല വീശി. എന്നപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് തുടർന്ന് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കൂടി കടക്കുകയാണ്. മത്സ്യാനാം ബഹുലത്വാത്. മത്സ്യാനാം ബഹുലത്വാത്
തജ്ജാലമാക്രഷ്ടുമക്ഷമാः തേ ഭവന്യോഹനപിത്രം മന്ദമാഹ പ്രഭുർഹ്യസൗ. പക്ഷേ നോക്കൂ, മത്സ്യാനാം ബഹുലത്വ, അവർ വലത്തുഭാഗത്തേക്ക് വല വീശിയപ്പോൾ മത്സ്യങ്ങൾ സമൃദ്ധമായി കിട്ടിയത്രേ. ബഹുലത്വം ആധിക്യത്തെ കുറിക്കുന്ന വാക്കാണ്. അപ്പോൾ മത്സ്യങ്ങളുടെ ആധിക്യം കാരണം തത് ജാലം ആകൃഷ്ടും തേ അക്ഷമാഹ അഭവൻ എന്ന വല വലിച്ചെടുക്കുവാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നു. അപ്പോൾ യോഹന്നാൻ തിരിച്ചറിഞ്ഞുവത്രേ, യോഹന്നാഹ പിത്രം മന്ദമാഹ അസൗ പ്രഭുഹി. യോഹന്നാൻ പീറ്ററോട് മെല്ലെ പറഞ്ഞു, പ്രഭുവാണത് എന്ന്. ഇതേപോലെ തന്നെയാണ് ബൈബിളിലും. ബൈബിളിലും അങ്ങനെയാണ്. അതെ അതെ അതെ. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാൻ വെച്ചാൽ പീറ്റർ അത് കേട്ടപാടെ വെള്ളത്തിലേക്ക് എടുത്തു ചാടി എന്ന് പറയുന്നു. തച്ഛ്രുത്വ ശീഘ്രമാതായ എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക്. തച്ഛ്രുത്വാ ശീഘ്രമാദായ പിതൃസ്വാധരവാസസം ധൃത്വാ ജലേ സംപപാത ജവാജികമിഷുർഗുരും. നോക്കൂ, തത് ശ്രുത്വ അത് കേട്ടപാടെ പിത്രഹ പീച്ചർസ്വാധരവാസസം ശീഘ്രം ആദായ തൻ്റെ അടിവസ്ത്രം എടുത്തുകൊണ്ട് ഗുരും ജവാത് ജിഗമിഷുഹു ഗുരുവിൻ്റെ പക്കൽ വേഗം എത്താനുള്ള ആഗ്രഹത്തോടു കൂടി ജലേ സംപപാത വെള്ളത്തിലേക്ക് എടുത്തു ചാടി എന്ന്. അപ്പോൾ മറ്റു ശിഷ്യന്മാർ എന്തു ചെയ്തുവെന്ന് തുടർന്ന് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കൂടി കടക്കാം. അന്യേ ശിഷ്യാ സമാകൃഷ്യ എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക്. അന്യേ ശിഷ്യാ സമാകൃഷ്യ ജാലം പോതേന സത്വരം സ്ഥലം പ്രാപ്യോപദസ്ഥുസ്തേ ഗുരുമാദിത്യ ലോലുപം. ഇവിടെ ആതിഥ്യലോലുപനായിട്ടാണ് ഗുരുവിനെ കാണിക്കുന്നത്. ഇവരെ സൽക്കരിക്കുവാൻ വേണ്ടി ഒരു ആതിഥേയൻ്റെ ഭാവമാണ് ഗുരുവിൻ്റേതെന്ന് ബൈബിളിലും അങ്ങനെയാണ് അല്ലേ. അപ്പോൾ നോക്കൂ, അന്യേതേ ശിഷ്യ അദ്ദേഹത്തിൻ്റെ മറ്റു ശിഷ്യന്മാർ പോതേന ജാലം സത്വരം സമാകൃഷ്യ. പോത്തം എന്ന വാക്കിന് തോണി എന്നും അർത്ഥമുണ്ട്. ഈ മൃഗപോത്തം എന്നൊക്കെ പറയുമ്പോൾ ഈ മൃഗങ്ങളുടെ കിടാങ്ങളെ കുറിക്കുന്ന ഒരു പദം കൂടിയാണ്. ഈ മൃഗശാപകം എന്നൊക്കെ പറയുമ്പോൾ പോതപദവും ശാപകപദവും ഒക്കെ പര്യായങ്ങളാണ്. പക്ഷേ പോതം എന്ന വാക്കിന് തോണി, ചങ്ങാടം എന്നൊക്കെ അർത്ഥമുണ്ട്. ആ അർത്ഥത്തിലാണ് ഇവിടെ ദേവസ്യാസാരത് പ്രയോഗിച്ചിരിക്കുന്നത്. പോതേന സഹ ജാലം സത്വരം സമാകൃഷ്യ എന്ന വഞ്ചിയോടൊപ്പം വല വലിച്ചും കൊണ്ട് സ്ഥലം പ്രാപ്യ കരയിലടുത്തു ആതിഥ്യലോലുപം ഗുരും ഉപതസ്തു എന്ന ആതിഥ്യലോലുപനായി ആതിഥ്യമേകാൻ വെമ്പൽ കൊണ്ടു നിൽക്കുന്ന ഗുരുവിൻ്റെ അടുക്കലെത്തി എന്ന് പറയുന്ന ശ്ലോകമാണ് നമ്മളിപ്പോൾ നോക്കിക്കണ്ടത്. അപ്പോൾ അവരവിടെ എത്തി. അപ്പോൾ ഗുരുദേവൻ എന്താണ് അവരോട് പറഞ്ഞത് അതിനെക്കുറിച്ച് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ആയാത ഭൃഷ്ടമീനം ച. ആയാത ഭൃഷ്ടമീനം ച ഭുങ്ധ്വം പൂപം ച സാമ്പ്രതം ഇത്യബ്രവീത് സ നാപൃച്ഛത് കോപി കസ്ത്വമിതി പ്രഭും. നോക്കൂ, ഈശോ എന്താണ് പറഞ്ഞത്? വരുവിൻ, ആയാത വരുവിൻ എന്ന് പറഞ്ഞു. ഭൃഷ്ടമീനം ച പൂപം ച സാമ്പ്രതം ബുങ്ധുവം എന്ന ഭൃഷ്ടമീനം വറുത്ത മീനാണ്. ഭൃഷ്ടം എന്ന വാക്കിന് വറുത്ത, പൊരിച്ച എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ പൊരിച്ച മീനും വറുത്ത മീനും പൂപം ച അപ്പവും സാമ്പ്രതം ബുങ്ധുവം നിങ്ങൾ കഴിക്കുവിൻ എന്ന് അവരെ ക്ഷണിക്കുകയാണ്. ഇതി സഹ അബ്രവീത് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അവർ ആരും അദ്ദേഹത്തോട് അങ്ങ് ആരാണ് എന്ന് ചോദിച്ചില്ല. അതുകൂടി ദേവസ്യാസാറ് പറയുന്നു, ത്വം കഹ ഇതി കോപി പ്രഭും ന പൃച്ഛത്. അങ്ങ് ആരാണ് എന്ന് ആരും ആ നാഥനോട്, ആ പ്രഭുവിനോട് ചോദിച്ചില്ല എന്ന്. തുടർന്ന് കവി പറയും, ഈശോ അവർക്ക് ക്രമപ്രകാരം ഉറപ്പടി അപ്പവും മത്സ്യവും നൽകി. അതിനെക്കുറിച്ച് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. യേശുസ്തദാ പൂപമീനം. യേശുസ്തദാ പൂപമീനൗ ശിഷ്യേഭ്യഃ ക്രമശോ ദദൗ ഏവം മൃദോത്ഥിതോ ഭൂയസ്തേഷാം പ്രത്യുവാച
പ്രത്യക്ഷതാം ഗതഃ. പോച്ചാ നോക്കൂ, തഥാ യേശു പൂപമീനോ ശിഷ്യേഭ്യഃ ക്രമശഃ. അപ്പോൾ ഈശോ പൂപമീനോ അപ്പവും മത്സ്യവും ശിഷ്യന്മാർക്ക് മുറപ്രകാരം നൽകി. ഏവം മൃദോത്ഥിതഃ ഭൂയഃ തേഷാം പ്രത്യക്ഷതാം ഗതഃ. ഇങ്ങനെയാണ് ഉയർത്തെണീറ്റ അദ്ദേഹം ശിഷ്യന്മാർക്ക് മുന്നിൽ പ്രത്യക്ഷനായത് എന്ന്. തൊട്ടടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. അവിടെ ഈശോ പീറ്ററോട് സംസാരിക്കുകയാണ്. പീറ്ററെ, നിനക്ക് ഇവരെക്കാളേറെ നിനക്കെന്നോട് സ്നേഹമുണ്ടോ എന്ന്. അതിന് മുമ്പായിട്ട് ഈ ശിഷ്യന്മാരെ മീൻ പിടിക്കാനായിട്ട് സഹായിച്ചതിൻ്റെ ഒരു സുവിശേഷകൻ്റെ വേറെ ലക്ഷ്യം കൂടെ ഉണ്ട്. അതായത് ഈ ഈശോയുടെ മരണത്തിന് ശേഷം ഇവർ പഴയ ജോലിയിലേക്ക് പോവുക. ഇവർ മീൻപിടുത്തമായിട്ട് നടന്നവരാണ് ഭൂരിപക്ഷം. അപ്പം അവരെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്നും പറഞ്ഞ് ക്രിസ്തു അവരെ പിടിച്ചുകൊണ്ട് പോകുന്നതാണ്. അവർ വീണ്ടും ഇതെല്ലാം മറന്ന്, ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം മറന്ന് അവർ പഴയ ജോലിയിലേക്ക് പോകും. അപ്പം ക്രിസ്തു അവിടെ അത്ഭുതം പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ഞാൻ പറഞ്ഞ പാതയിലൂടെ ഇനി നീങ്ങണം, അല്ലാതെ പഴയ ജോലിയിലേക്കല്ല പോകേണ്ട. അവർ ക്രിസ്തു പിന്നെ ദൗത്യം കൊടുത്താണല്ലോ പോയി പിരിയുന്നത്. അപ്പം അതുകൊണ്ട് താൻ പഠിപ്പിച്ച കാര്യങ്ങളിലേക്ക് തിരികെ വന്ന് പ്രവർത്തിക്കുമ്പം നല്ല ഫലം ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു അനുഭവമാണ് അവർക്ക്. തീർച്ചയായും. നമ്മൾ അടുത്ത ശ്ലോകം മുതൽ മറ്റൊരു സംഗതിയിലേക്ക് കടക്കുകയാണ്. ഈശോ നേരിട്ട് പീറ്ററോട് ചെന്ന് ചോദിക്കും, നീ ഇവരെക്കാളേറെ എന്നെ സ്നേഹിക്കുന്നു എന്ന്. അത് 3 വട്ടം ചോദിക്കുകയാണ്. അതിനൊരു പ്രസക്തി കൂടി ഉണ്ടല്ലോ. നാം അതിലെ 1-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. ഭോജനാനന്തരം യേശു. ഭോജനാനന്തരം യേശുഃ ശിമോനം പിത്രമബ്രവീത്. ശിമോന പ്രേമ കിം ഹേഭ്യഃ കരോഷ്യഭ്യധികം മയി. വച്ചാ നോക്കൂ, ഭോജനാനന്തരം ഭക്ഷണം കഴിച്ചതിന് ശേഷം യേശുഹു ശിമോനം പിത്രം അബ്രവീത്. ഈശോ ശിമോൻ പീറ്ററോടായി ചോദിച്ചു, ശിമോന എന്നാണ് വിളിച്ചത്. ത്വം ഏഭ്യഃ അഭ്യധികം പ്രേമ മയി കരോഷിക്കും. നീ ഇവരെക്കാൾ ഏറെയായി എന്നെ സ്നേഹിക്കുന്നു. അവിടെ ഒരു കമ്പാരിസൺ ആണ് അല്ലേ. നീ ഇവരെക്കാൾ ഏറെയായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പീറ്ററോട് ചോദിക്കുകയാണ്. പീറ്റർ അതിന് വളരെ വിനയാൻവിതനായിട്ടാണ് മറുപടി പറയുന്നത്. പിത്രഹ പ്രത്യവദത് സ്വാമിൻ എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക്. പിത്ര പ്രത്യവദത് സ്വാമിൻ ഭവാൻ ജാനാതി തദ്ധ്രുവം യദസ്മി ഭവതി പ്രേമയുക്തഃ സർവാത്മനാ സദാ. അച്ഛാ നോക്കൂ, പിത്രഹ പ്രത്യവദത്. പീറ്റർ മറുപടി പറഞ്ഞു, സ്വാമിൻ എന്നാണ് വിളിച്ചത്. നാഥ എന്നൊക്കെയുള്ള വിളിയാണല്ലോ. തത് യത് അഹം സർവാത്മനാ ഭവതി പ്രേമയുക്തഃ അസ്മീതി തത് ഭവാൻ ധ്രുവം ജാനാതി. അദ്ദേഹം പറഞ്ഞു, ഭവാൻ തത് ധ്രുവം ജാനാതി. അങ്ങേക്കത് തീർച്ചയായും അറിയാമല്ലോ. അങ്ങെന്തേ എന്നോട് അതിനെക്കുറിച്ച് ചോദിക്കുവാനെന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. എന്താ അറിയാമെന്ന്? അഹം സർവാത്മന ഭവതി പ്രേമയുക്തഃ സദാ അസ്മി എന്ന്. ഞാൻ അങ്ങയോട് സർവാത്മന എന്നൊരു വാക്കാണ് പ്രയോഗിക്കുന്നത്. പൂർണ്ണ മനസ്സോടെ. ഞാൻ അങ്ങയിൽ പൂർണ്ണ മനസ്സോടെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന്. ഞാൻ അങ്ങയെ പൂർണ്ണ മനസ്സോടെ സദാ കൂടിയുണ്ട് എല്ലായ്പ്പോഴും സ്നേഹിക്കുന്നുവെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. പിന്നെ എന്തിന് അങ്ങ് ഈ ചോദ്യം എന്നോടായി ചോദിക്കുന്നു എന്ന മട്ടിലാണ് പീറ്ററുടെ മറുപടി. ബൈബിളിലും അങ്ങനെ തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. തൊട്ടടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. ഈശോ വീണ്ടും ഒരു വട്ടം കൂടി അദ്ദേഹത്തോട് ഈ ചോദ്യം ആവർത്തിക്കുകയാണ്, നീ ഇവരെക്കാൾ ഏറെയായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. പക്ഷേ അങ്ങേക്ക് അറിയാമല്ലോ ഞാൻ അങ്ങയെ പൂർണ്ണ മനസ്സോടുകൂടി സ്നേഹിക്കുന്നുവെന്ന് എന്ന് പറഞ്ഞപ്പോൾ ഈശോ പറയും, നീ എൻ്റെ ആട്ടിൻകുട്ടികളെ മേയ്ക്കുക. അതിനെക്കുറിച്ച് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സബഭാഷേ ചാരയത്വം. സബഭാഷേ ചാരയത്വം മദീയാന്മേഷശാബകാൻ ദ്വിതീയം വാരമപ്യേവം പൃഷ്ടപിത്രസ്തഥാ ബ്രവീത്. അപ്പോൾ ഇതിന് ഒരു പ്രതിഫലമായി ഈശോ പറയുന്നു, ത്വം മദീയാൻ മേഷശാപകാൻ ചാരയ. നീ എൻ്റെ ആട്ടിൻകുട്ടികളെ മേയ്ക്കുക. സഹ ബഭാഷ എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് ദ്വിതീയം വാരം, രണ്ടാമതൊരു തവണ കൂടി, ഏവം പൃഷ്ട, ഇതേപോലെ ചോദിക്കപ്പെട്ട, അതായത് നീ ഇവരെക്കാൾ ഏറെയായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് വീണ്ടും ചോദിക്കപ്പെട്ട പീറ്റർ
തഥാ അബ്രവീത്, അങ്ങനെ തന്നെ മറുപടി പറഞ്ഞു. അതായത് ഈ വാക്കുകൾ അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു എന്നർത്ഥം. അതായത് അങ്ങെന്തേ എന്നോട് ഇങ്ങനെ ചോദിക്കുവാൻ, അങ്ങേക്ക് അറിയില്ലയോ ഞാൻ അങ്ങയെ സർവാത്മന പൂർണ്ണ മനസ്സോടുകൂടി സദാ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്ന് അങ്ങേക്ക് അറിയില്ലയോ, പിന്നെ എന്തേ അങ്ങ് എന്നോട് ഇങ്ങനെ ചോദിക്കുവാൻ എന്ന് ഈ വാക്കുകൾ അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു എന്ന മട്ടിൽ തഥ എന്ന ഒറ്റ വാക്കുകൊണ്ട് ദേവസ്യാസാനത്തെ സൂചിപ്പിക്കുകയാണ്. മൂന്നാമതൊരു തവണ കൂടി ഈശോ അദ്ദേഹത്തോട് ഇതേ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു എന്ന് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. പൃഷ്ടസ്തൃതീയമപ്യേവം, പൃഷ്ടസ്തൃതീയമപ്യേവം വാരം തീവ്രവ്യഥാകുലഃ പിത്രഃ സഗദ്ഗതം യേശും ഋജുശീലസ്തദാവദത്. പക്ഷേ നോക്കൂ, മൂന്നാമതൊരു തവണ കൂടി ചോദിച്ചപ്പോൾ പീറ്റർക്ക് അങ്ങേയറ്റം ദുഃഖമായി എന്ന് പറയുന്നു. തീവ്ര വ്യഥാകുലഹ എന്ന വാക്കാണ് ദേവസ്യാസാറ് പ്രയോഗിക്കുന്നത്. ഏറ്റവും ദുഃഖാകുലനായി, തീവ്രം എന്ന വാക്കിന് ഏറ്റവും എന്നർത്ഥമുണ്ട്. അത്യന്തം ദുഃഖാകുലനായി തീർന്നു. തൃതീയം വാരം അപ്പി ഏവം പൃഷ്ടഃ, മൂന്നാമതൊരു തവണയും അങ്ങനെ തന്നെ ചോദിക്കപ്പെട്ട കർമ്മണി പ്രയോഗമാണ്. പൃഷ്ടഃ ചോദിക്കപ്പെട്ട പിത്രഃ, ആ പിതറിനെ കുറിക്കുന്ന ഒരു വാക്ക് ദേവസ്യാസാർ പ്രയോഗിക്കുന്നുണ്ട്, ഋജുശീല. എന്തുകൊണ്ടാണ് അദ്ദേഹം തീവ്ര വ്യഥാകുലനായത്? അദ്ദേഹത്തിൻ്റെ പാത നേരായ പാതയാണ്, നേരുള്ളവനാണ്. ഋജു എന്ന വാക്കിന് നമുക്കറിയാമല്ലോ ഈ ചൊവ്വുള്ള, നേരുള്ള എന്നർത്ഥമാണ്. അപ്പോൾ ഈ നേരിനെ കുറിക്കുന്ന ഒരു പദം കൂടിയാണത്. ഇപ്പോൾ ഋജുശീല എന്ന് വെച്ചാൽ നമുക്ക് ആത്മാർത്ഥതയുള്ള എന്ന് പറയാം. സിൻസിയർ എന്ന വാക്കാണ് അതിൻ്റെ. അത് സാറിൻ്റെ നല്ലൊരു നിരീക്ഷണമാണ്. കാരണം ഈ പത്രോസ്ലീഹ പെട്ടെന്ന് പ്രതികരിക്കുകയും മനസ്സിലുള്ളത് മറച്ചു വെക്കാതെ അങ്ങ് പ്രവർത്തിക്കുകയും ചെയ്യുന്നയാളാണ്. അത് ആ സ്വഭാവം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം തീർച്ചയായും ഋജുശീല എന്ന വാക്ക് തന്നെ പ്രയോഗിച്ചത്. ബൈബിളിലെ ഈ വാക്കല്ല, പക്ഷെ അല്ലേ സമാനമായ വാക്കുകളായിരിക്കും. സാറിൻ്റെ വിശേഷണമാണ്. അപ്പോൾ ഋജുശീല എന്ന വാക്ക് നമുക്ക് നന്നായി യോജിക്കുമെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഋജുശീല സത്യസന്ധ എന്ന വാക്കാണ് ഉദ്ദേശിക്കുന്നത്, അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആത്മാർത്ഥതയുള്ള ആ പീറ്റർ തീർച്ചയായും അപ്പോൾ തീവ്ര വ്യഥാകുലനായിക്കൊണ്ട്, അത്യന്തം ദുഃഖാകുലനായിക്കൊണ്ട് ഗദ്ഗതം യേശു അബദ്ധം, ഈശോയോട് സംസാരിച്ചപ്പോൾ തൊണ്ട ഇടറി എന്ന് കാണിക്കുവാൻ ഗദ്ഗതം എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. തൊണ്ട ഇടറിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. പിന്നീടുള്ള വാക്കുകൾ അതിലേക്ക് കടക്കുകയാണ്. പ്രഭോ ഭവാൻ സർവവേദി എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക്. പ്രഭോ ഭവാൻ സർവവേദി ഭവാൻ ജാനാത്യ സംശയം യതസ്മി ഭവതി പ്രേമയുക്തഃ സർവാത്മനാ സദാ. നോക്കൂ, എന്താണ് പീറ്റർ പറഞ്ഞത്? പ്രഭോ ഭവാൻ സർവവേദി, അങ്ങ് എല്ലാം അറിയുന്നവനാണല്ലോ. പ്രഭോ എന്നാണ് വിളിച്ചത്, നാഥ എന്ന മറ്റൊരു വാക്ക്. അങ്ങ് എല്ലാം അറിയുന്നവനാണ്. യത് അഹം ഭവതി സർവാത്മനാ സദാ പ്രേമയുക്തഃ അസ്മീതി ഭവാൻ അസംശയം ജാനാത്, അങ്ങേക്ക് സംശയം എന്നീ അങ്ങേക്ക് അറിയാമല്ലോ എന്തെന്ന് ഞാൻ അങ്ങയെ സർവാത്മന പൂർണ്ണ മനസ്സോടുകൂടി സദാ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്നുവെന്ന്. ഞാൻ അങ്ങയിൽ സ്നേഹം, ഇവിടെ പ്രേമമെന്ന വാക്കാണ് പ്രയോഗിച്ചിരിക്കുന്നത്, കുറെ കൂടി ഒരു ഗാഠമായ വാക്കാണ്. ഞാൻ അങ്ങയിൽ പ്രേമം, സ്നേഹം വെച്ച് പുലർത്തുന്നുവെന്ന്. അത് എത്തരം സ്നേഹമാണ്? അത് പൂർണ്ണ മനസ്സോടെയുള്ള സ്നേഹമാണ്, അത് എല്ലായ്പ്പോഴുമുള്ള സ്നേഹമാണ്. സർവാത്മന സദാ എന്നീ രണ്ട് വാക്കുകളാണ് ദേവസ്യാസാർ പ്രയോഗിച്ചിരിക്കുന്നത്. എന്നങ്ങേക്ക് അറിയാമല്ലോ, എന്തെന്നാൽ അങ്ങ് സർവ്വവേദിയാണല്ലോ, പിന്നെന്തേ എന്നോട് ചോദിക്കുവാനെന്ന് നേരിട്ട് പറയുന്നില്ല ആ വാക്കുകൾ. പക്ഷെ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, തീർച്ചയായും അങ്ങ് എന്തേ എന്നോടിങ്ങനെ 3 വട്ടം ചോദിക്കുന്നു. ഒരു വട്ടം ചോദിച്ചു, രണ്ടാമത്തെ വട്ടം, മൂന്നാമത്തെ വട്ടം ആയപ്പോഴേക്ക് തീവ്ര വ്യഥാകുലനായി തീർന്നുകൊണ്ടാണ് പീറ്റർ സംസാരിക്കുന്നത്. അപ്പോൾ ഈശോയുടെ മറുപടി എന്താണ്? അതിന് ജഗാദ ഗുരുദേവസഹ. അടുത്ത ശ്ലോകത്തിലേക്ക്. ജഗാദ ഗുരുദേവസ്ത്വം മേഷാംശ്ചാരയ മാമകാൻ ഇത്തം ഹി സർവശിഷ്യാണാം അധീശം തം ചകാരസഃ. നോക്കൂ, ഗുരുദേവ ജഗാത, ഗുരുദേവൻ പറഞ്ഞു, തുവം മാമകാൻ മേഷാൻ ചാരയ, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. ഇത്തം ഇങ്ങനെ സഹാത്തം സർവശിഷ്യാണാം അധീശം ചകാര, അദ്ദേഹം അയാളെ തൻ്റെ എല്ലാ ശിഷ്യന്മാരുടെയും അധിപതിയാക്കി ചെയ്തു, അധീശനാക്കി ചെയ്തു.
തലവനാക്കി നിയോഗിച്ചു എന്ന് പറയുന്നു. പക്ഷേ താൻ എന്തുകൊണ്ട് 3 വട്ടം ഇങ്ങനെ ആവർത്തിച്ച് അദ്ദേഹത്തോട് ഒരേ കാര്യം തന്നെ ചോദിച്ചു എന്ന് ഈശോ വ്യക്തമാക്കുന്നില്ല. നീ ഇവരെക്കാളേറെ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് 3 വട്ടം ചോദിച്ചത് ശരിക്കും പറഞ്ഞാൽ പത്രോസ്ലീഹായെ വീർപ്പ് മുട്ടിക്കുക. പറഞ്ഞാൽ പത്രോസ്ലീഹായ്ക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് അഗാധമായ സ്നേഹമാണ്. പിന്നീടുണ്ടായ ചരിത്രമൊക്കെ നോക്കുമ്പോഴത്തേനും ഭയങ്കര ഭീകരമായിട്ടുള്ള വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതം പോലും ബലി കൊടുക്കേണ്ടതായിട്ടുള്ള വളരെ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത്. അപ്പം ക്രിസ്തുവിനോടുള്ള ആ സ്നേഹമില്ലെങ്കിൽ പിടിച്ചു നിൽക്കത്തില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ മാർപ്പാപ്പായെ വാർത്തെടുക്കുകയാണ് ഇതിലൂടെ, ചോദ്യത്തിലൂടെ ഹൃദയം കവരുകയാണ്. ഇതിലൊരു കാരണം കൂടി ഉണ്ടല്ലോ. എന്തുകൊണ്ട് 3 വട്ടം? ഒരു കാരണമുണ്ട്. കാരണം 3 പ്രാവശ്യം പീറ്റർ അദ്ദേഹത്തെ തള്ളി പറഞ്ഞു. അങ്ങനെ ഒരു വശം കൂടി ഉണ്ട് തീർച്ചയായും. അപ്പോൾ അത് ഓർത്തുകൊണ്ടാണ് നീ 3 വട്ടം എന്നെ തള്ളി പറഞ്ഞു, നീ 3 വട്ടം ആ സ്നേഹം അതുകൊണ്ട് നീ സ്ഥിരീകരിക്കണം. 100 വട്ടം എന്നുള്ള രീതിയിൽ. അതെ. അപ്പോൾ അത് ഓർത്തുകൊണ്ടാണ് നീ 3 വട്ടം എന്നെ തള്ളി പറഞ്ഞത് കൊണ്ട് നീ 3 വട്ടം എന്നെ സ്ഥിരീകരിക്കുന്നു. ഒരു നിഷ്കളങ്കത കൂടിയുണ്ട് അതിൽ. തുടർന്ന് മറ്റൊരു സംഗതിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതായത് ഈശോ അവരോട് ഈ ഗാലിലി പർവ്വതത്തിൻ്റെ മുകളിൽ തനിക്കായി കാത്തു നിൽക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അവിടെ ഈശോ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. 11 മഹാശിഷ്യാഃ. 11 മഹാശിഷ്യാഃ തതോ ഗാലിലയേ ഗിരൗ നിർദ്ദിഷ്ടേ ഗുരുണാ പൂർവം സോത്സാഹമുപദസ്ഥിരേ. പക്ഷേ നോക്കൂ, ഇവിടെ ആ മുഖ്യ ശിഷ്യന്മാർ എന്ന് പറയാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച വാക്ക് 11 മഹാശിഷ്യാഃ. തുടർന്ന് 11 മഹാശിഷ്യാഃ, ആ മുഖ്യ ശിഷ്യന്മാർ 11 പേരും ഗുരുണാപൂർവം നിർദ്ദിഷ്ടേ ഗാലിലിയേ ഗിരൗ, ഗുരുദേവൻ കാലേക്കൂട്ടി നിശ്ചയിച്ച് ഉറപ്പിച്ച ഗാലിലിയേ ഗിരൗ, ഗാലിലി പർവ്വതത്തിൻ്റെ മുകളിൽ സോത്സാഹം ഉപതസ്ഥിരേ എന്ന്, ഉത്സാഹപൂർവം ഒത്തുകൂടി എന്ന്. അവിടെ ഗുരു വരുന്നതും അവരോട് പറയുന്ന കാര്യങ്ങളും ഇനിയുണ്ട് നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കുവാൻ. ഒട്ടേറെ ശ്ലോകങ്ങൾ നമുക്ക് ഈ സർഗത്തിൽ ഉണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും. ഗുഡ്നസ് ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സാപ്പിലൂടെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട നമ്പർ 9074576022.